നമസ്കാരം പ്രിയ കർഷക സുഹൃത്തുക്കളെ. നമ്മളിന്ന് മഴക്കാലത്ത് എങ്ങനെ ചെടിയെ സംരക്ഷിക്കാം, മഴ കൊള്ളാതെ. മഴ കൊള്ളും എന്തായാലും. മഴ കൊണ്ട് നമുക്ക് വരുന്ന ഈ ഫംഗസ് ബാധകളൊക്കെ നിങ്ങൾ ചെടിയിൽ കണ്ടതാണ്. ഇതിൻ്റെ ഇലകളൊക്കെ മണ്ണിൽ മുട്ടിയിട്ട് മുളക് ചെടിയാണ്. അപ്പം ഇതിൽ ഇലകളൊക്കെ മണ്ണിൽ മുട്ടി മണ്ണിൽ നിന്ന് ഫംഗസ് ബാധ കയറാൻ വളരെയധികം ചാൻസ് ഉണ്ട്, പ്രത്യേകിച്ച് മുളക് തൈകൾക്കൊക്കെ. അതേപോലെ ഈ ചുറ്റുവശമുള്ള കളപ്പുല്ലുകൾ ഇതൊക്കെ നമ്മൾ മാറ്റി മണ്ണ് ഇളക്കി അതിൽ നമ്മൾ കുറച്ച് മൈക്രോ ന്യൂട്രിയൻസ് ചേർക്കുന്നുണ്ട്. കുറേശ്ശെ മണ്ണിൽ ചേർത്ത് ഇളക്കി മണ്ണ് ഇങ്ങനെ പൊലു കൂട്ടി വെള്ളം നിൽക്കാത്ത രീതിയിൽ, മഴയ്ക്ക് വെള്ളം നിൽക്കാത്ത രീതിയിൽ തടം സെറ്റ് ചെയ്ത് നമ്മൾ അതിന് ശേഷം പിന്നീട് കീടനാശിനിയൊക്കെ, അതായത് കീടനാശിനി അല്ല, നമ്മുടെ സാഫ് പോലുള്ള ഫംഗിസൈഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം ആദ്യം നമ്മൾ തടമെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് മൈക്രോ ന്യൂട്രിയൻസ് കൊടുത്ത ശേഷം നമ്മൾ സാഫ് ആണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്, ഫംഗിസൈഡ്. ഇതേപോലെ നമ്മൾ ഇലകൾ, മണ്ണിൽ മുട്ടി നിൽക്കുന്ന ഇലകൾ ആദ്യമേ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിക്കളയണം. മണ്ണിൽ തട്ടി നിൽക്കാൻ പാടില്ല. മണ്ണിൽ തട്ടി നിന്നാൽ മണ്ണിൽ നിന്നാണ് ഈ ഫംഗസ് ബാധ നമുക്ക് ഉണ്ടാകുന്നത്. അതിനുശേഷം ഇതിലെ ഈ കളപ്പുല്ലുകളൊക്കെ നമ്മൾ പറിച്ച് കളയണം. സൈഡിലുള്ള ഇതിലധികം തടത്തിലൊന്നും കളപ്പുല്ലില്ല, മുകൾ ഭാഗത്തായിട്ട് കുറച്ച് കളപ്പുല്ല് മുളച്ച് വന്നിട്ടുള്ളൂ. അതിനൊക്കെ നമ്മൾ മാറ്റണം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഇതിൻ്റെ തടങ്ങൾ ചുറ്റുഭാഗം ഒന്ന് കിളച്ച് മണ്ണൊന്ന് ലൂസ് ചെയ്ത് കൊടുക്കണം. ഇത് കണ്ടില്ലേ, ഇതൊക്കെ വെണ്ടൻ്റെ ചെടിയാണത്. വെണ്ട ചെടിക്കും ഇതേപോലെ അതൊക്കെ മാറ്റി നമ്മൾ ഇതേപോലെ നമ്മൾ മണ്ണൊന്ന് ലൂസ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഞങ്ങളുടെ ഭാഗത്തൊക്കെ പൂഴിയാണ്, അതുകൊണ്ട് വലിയൊരു വിഷയമില്ല. വെള്ളം നിൽക്കുന്ന ചാൻസ് കുറവാണ്. എങ്കിൽ കൂടി നമ്മളൊരു സേഫ്റ്റി എന്നുള്ള നിലക്കാണ് ചെയ്യുന്നത്. ഇപ്പം മഴ തന്നെ നമ്മുടെ പ്രതീക്ഷിക്കാതെ തന്നെ വളരെ നേരത്തെ തന്നെ ഈ വർഷത്തെ മഴ ഉണ്ടായിട്ടുണ്ട്. പെട്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫംഗസ് ബാധ ബാധിക്കുന്ന ഒരു ചെടിയാണ് മുളക്. ഇലകുരുട്ടിപ്പ് വരും. ഫംഗസ് ബാധ വന്നു കഴിഞ്ഞാൽ ആദ്യമേ ഉണ്ടാകുന്ന അസുഖം അതാണ്. പിന്നെ കായകളൊക്കെ മുരടിച്ചു പോകും. അതിന് ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ വീഡിയോയിലൂടെ പറയുന്നത്. ഇനി ഇതുപോലെ മണ്ണ് നല്ല രീതിയിൽ ഇളക്കിയിട്ട് ചുറ്റുപാടുള്ള കളപ്പുല്ലുകളൊക്കെ മാറ്റിയ ശേഷമുള്ള വീഡിയോ ആണത്. ഇതുപോലെ വൃത്തിയാക്കിയിടുക. ഇപ്പം തന്നെ ചുമ്മാ വെറുതെ ഒരു മഴ പെയ്ത് കഴിഞ്ഞാലും വെള്ളം വാർന്നു പോകാൻ വഴിയുണ്ട്. ശേഷം നമ്മൾ കൊടുക്കുന്നത് മൈക്രോ ന്യൂട്രിയൻസ് ആണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ അതിന് ബോറോണാണ് കൊടുക്കുന്നത്. ബോറോൺ ഈ ചെടികൾക്ക് വളരെ പ്രധാനപ്പെട്ടൊരു മൂലകമാണ്. ചെടികളുടെ വേരിൻ്റെ മുരടിപ്പ്, അതുപോലെ ബോറോൺ കുറഞ്ഞാൽ പല രോഗലക്ഷണങ്ങളും നമുക്ക് ചെടികളിൽ കാണാൻ പറ്റും. അധികമായിട്ട് ബാധിക്കൽ തളിരിലകൾ, പൂക്കളിലാണിത് ബോറോണിൻ്റെ കുറവുണ്ടെങ്കിൽ കാണിക്കുക. മുരടിപ്പ് തന്നെ ഉണ്ടാകും. തളിരില മുരടിച്ചു വരും. അതേപോലെ വേര് മുരടിക്കും. വേര് മുരടിച്ചാൽ നമുക്കത് കാണാൻ പറ്റില്ല. പക്ഷെ തളിരിലയിൽ ആദ്യം ഇത് പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിന് വളരെ കുറഞ്ഞ രീതിയിൽ കൊടുത്താൽ മതി. ഒരു 5 ഗ്രാമിൽ കുറവ് മതി. ഒരു 3 ഗ്രാം ഒരു ചെടിക്ക് വെച്ചിട്ട് കൊടുത്താൽ മതി. നമ്മൾ ചെടിച്ചട്ടിയിലത്തെ ശുശ്രൂഷ കൂടി പറയാനുണ്ട്. ഇത് കഴിഞ്ഞിട്ട് അതും കൂടെ പറയാൻ കരുതിയിട്ടാണ്. ഇതേപോലെ ബോറോൺ കൊടുത്ത് മണ്ണ് നമ്മൾ ഇളക്കി വെള്ളം തട്ടാത്ത രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് മണ്ണ് മിക്സ് ചെയ്ത് കൂട്ടി ഒരു ചെടിൻ്റെ കടയോട് ചേർത്ത് വയ്ക്കുക. ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഫംഗിസൈഡാണ്. ഫംഗിസൈഡ് ഇവിടെ 2 ഐറ്റം ഉണ്ട്. കോപ്പർ ഓക്സി ക്ലോറൈഡ് ഉണ്ട്, അതുകൂടാണ്ട് സാഫുണ്ട്. അപ്പോൾ നമുക്ക് സാഫ് ഉപയോഗിക്കാം. സാഫ് എൻ്റെ കയ്യിൽ കുറച്ച് പഴയ സ്റ്റോക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഉപയോഗിക്കാം. അത് 1 ലിറ്റർ വെള്ളത്തിലേക്ക് നമുക്ക് ഒരു 5 ഗ്രാം എടുത്താൽ മതി. 5 ഗ്രാം കലക്കിയതിന് ശേഷം സ്പ്രെയറിലാക്കിയിട്ട് നമ്മൾ നന്നായിട്ട്
ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് സ്പ്രേ ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങളൊരു കാര്യം വളരെ ശ്രദ്ധിക്കണം. ഈ സ്പ്രേ ചെയ്യുമ്പോൾ ചെറിയൊരു റിക്വസ്റ്റാണ്. ഇപ്പോൾ നമ്മൾ സ്പ്രേ ചെയ്യുന്ന സമയത്ത് ഇതേപോലുള്ള സ്പ്രേയറെ തന്നെ മേടിക്കാൻ ശ്രമിക്കണം. കാര്യം ഇതാവുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെടിയുടെ മേൽഭാഗത്തും ഇലയുടെ അടിയിൽ ഇതൊന്നും ഇങ്ങനെ ചരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അടിയിലേക്ക് എല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ സ്പ്രേ ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് നമ്മൾ ബോട്ടിലുള്ള അല്ലെങ്കിൽ പമ്പ് അങ്ങനെ വാക്യൂം ചെയ്തിട്ട് ചെയ്യുന്ന പമ്പുകളുണ്ട്. അതാകുമ്പോൾ നമുക്ക് ഇലയൊക്കെ പിടിച്ചിട്ട് വേണം നമ്മൾ ഇലയുടെ അടിയിൽ അടിച്ചു കൊടുക്കാൻ. ഈ ഫംഗിസൈഡൊക്കെ അടിക്കുമ്പോൾ മിക്കവാറും ഈ ഇലയുടെ അടിഭാഗം ശരിക്ക് തട്ടുന്ന രീതിയിൽ തന്നെ ചെയ്യണം. അതിലേ കാര്യമുള്ളൂ. കാരണം ഇതിൻ്റെ കീടാണുക്കളൊക്കെ ഇരിക്കുന്നത് എപ്പോഴും ഇലയുടെ അടിവശത്തായിരിക്കും. നമ്മൾ ഫംഗിസൈഡ് പെസ്റ്റിസൈഡൊക്കെ അടിക്കുന്ന സമയത്ത് മിക്കപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോണത് ആ സ്പ്രേയർ വെച്ചിട്ട് മേളിൽ കൂടി അടിച്ചു പോകുന്നൊരു സംഭവമുണ്ട്. അപ്പം എല്ലാവരും അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് ഇങ്ങനത്തെ തന്നെ ഒരു പമ്പ് വാങ്ങുക. അധിക കാശൊന്നും വരുന്നൊന്നുമില്ല, കുറച്ച് ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങളേ ഉള്ളൂ. ഓൺലൈനിലൊക്കെ നമുക്ക് വളരെ കുറഞ്ഞ രീതിയിൽ തന്നെ അത് ലഭ്യമാവുകയും ചെയ്യും. ഇതേപോലെ നന്നായിട്ട് നമ്മൾ സ്പ്രേ ചെയ്യണം. ഈ സ്പ്രേ ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. മഴയുള്ള സമയത്ത് ഇത് ചെയ്തിട്ട് കാര്യമില്ല. മഴയുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ചെയ്തതൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മഴയില്ലാത്തൊരു സമയം ഒരു ദിവസം തിരഞ്ഞെടുക്കാം ഈ ഫംഗിസൈഡ് അടിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇനി ചെടിച്ചട്ടിയിലുള്ള പരിചരണം കൂടെ ഒന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിനി ചെടിച്ചട്ടിയുടെ അടുത്തേക്ക് പോകാം. ചിലപ്പം ദൂരമുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ചെടിച്ചട്ടി. നല്ല മഴ സമയമാണ്. പക്ഷേ എൻ്റെ ചെടിച്ചട്ടിയിൽ ഒന്നും വെള്ളം നിന്നിട്ടില്ല. വെള്ളം നിൽക്കാതെ ശ്രദ്ധിക്കണം. വെള്ളം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ കളയാനുള്ള മാർഗ്ഗം അതിൽ അടിയിലത്തെ ഹോള് വലുതാക്കി കൊടുക്കണം. ഞാൻ പോട്ടി മിക്സ് ഉപയോഗിക്കുന്ന വിധമൊക്കെ ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടില്ല, ഇതൊക്കെ മഴയിൽ വന്ന നഷ്ടങ്ങളാണ്. ഇത് മഴയ്ക്ക് പരിചരണം ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. ഇതിനിപ്പം നമ്മൾ വേപ്പുമരമാണ്, കറിവേപ്പിൻ്റെ, അതിൻ്റെ ചില്ലകളൊക്കെ ചെരിഞ്ഞു വന്നു. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ പ്രൂൺ ചെയ്ത് നമ്മൾ ഒഴിവാക്കി കൊടുക്കണം. അതുപോലെ ചെടിച്ചട്ടിയിലുള്ള വെള്ളം വാർന്നു പോകാൻ നമ്മൾ ചകിരി കമ്പോസ്റ്റാണ് ഇട്ടുന്നൊക്കെ കൂടുതലായിട്ട്, പിന്നെ മണലുമാണ് ചേർത്തിരിക്കുന്നത്. ഇതിലൊന്നും വെള്ളം നിൽക്കുന്നില്ല. വെള്ളം നിൽക്കുന്ന ഭാഗങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ തണലിലേക്ക്, വെള്ളം തട്ടാത്ത ഭാഗത്തേക്ക് മാറ്റി വയ്ക്കണം. ഇതൊരു മാവൻ തൈ, ക്രാഫ്റ്റ് ചെയ്ത മാവൻ തൈയാണ്. അതിനിപ്പോൾ ഇങ്ങോട്ട് മാറ്റി വെച്ചേക്കാണ് സൺസൈഡിൻ്റെ ചുവട്ടിലേക്ക്. അപ്പോൾ സൺസൈഡിൻ്റെ ചുവട്ടിലേക്ക് വയ്ക്കുമ്പോൾ വെയിലും കൂടി തട്ടുന്ന രീതിയിൽ നമ്മൾ നോക്കണം. ഓക്കെ, ഇത്രയുള്ള വീഡിയോ. ഇനി അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ. എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.